ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ എടത്തുവപ്പള്ളി പോയായിരുന്നു. ഇന്നലെ കൊടിയേറിയായിരുന്നു. നൈറ്റ് പോയാൽ ലൈറ്റ് കാണാം എന്നതുകൊണ്ടാണ് രാത്രി പോയത്. പിന്നെ അവിടെ പോയിട്ട് നേർച്ച കൊടുക്കാനുള്ളത് മേടിക്കണമായിരുന്നു. തിരി കത്തിക്കണമായിരുന്നു. തിരി കത്തിക്കാൻ തിരി മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് തിരി കത്തിക്കാൻ പോവാണ്. ഞാനും അമ്മയും ചേച്ചിയും. ഇത് ചേച്ചിയുടെ മക്കളാണേ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് തിരി കത്തിക്കുന്നുണ്ട്. ഈട്ടൊന്ന് ചന്ദനത്തിരിയും കത്തിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര മണവും ഒരു പോസിറ്റീവ് വൈബാണ്. അല്ലെങ്കിലും എനിക്ക് പള്ളി അമ്പലമൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പുണ്യാളൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കണമായിരുന്നു. എനിക്ക് പുണ്യാളനെ വിശ്വാസമാണ്. കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇരിക്കുന്ന നേർച്ച വസ്തുക്കളെല്ലാം അവിടത്തേക്ക് കൊടുത്തേക്കുന്നതാണ്. എടത്തുവപ്പള്ളിയിൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ച അർപ്പിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ഒത്തിരി പേർക്ക് ഇവിടെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. നേർച്ച കിട്ടി. അത് ലഡുവും ചോളവും കൂടെ മിക്സ് ചെയ്തതായിരുന്നു. പിന്നെ കയ്യിൽ കെട്ടാനുള്ള ചരടയും കിട്ടി. പിന്നെ നേരെ നമ്മൾ ഫ്രണ്ടിൽ വന്ന് ലൈറ്റ്സ് ഒക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എടത്തുവപ്പള്ളി കാണാൻ. അതൊക്കെ കണ്ട് കൊടിയേറിയതും കണ്ട് നേരെ നമ്മൾ കുരിശടിയിലോട്ട് പോയി, മാതാവിൻ്റെ കുരിശടിയിലോട്ട്. അതിനിടയ്ക്ക് കുഞ്ഞിപ്പുഴ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. കുരിശടി അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ എടത്തുവപ്പള്ളി വന്നിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും വരേണ്ട സ്ഥലം തന്നെയാണ്. വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അനുഭവം ഇവിടെ നിന്ന് എന്താണ് ഉണ്ടായെന്ന് പറയണേ. അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവന് ഇപ്പോൾ കുറേ ഫോട്ടോസും എടുക്കണമെന്ന് പറഞ്ഞ ആദ്യം. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിക്കണമായിരുന്നു. അഗ്രി നാരങ്ങ വെള്ളം കുടിച്ച് വീട്ടിൽ എത്തിയപ്പം അരയംകുളങ്ങര കൃഷ്ണൻ്റെ പറ പോകുന്നുണ്ടായിരുന്നു. അതും കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.